മമ്മൂക്ക ചിത്രമായ കാതൽ ദിഗോർ 4th വീക്ക് പൂർത്തിയാക്കി. അങ്ങനെ 28 ദിവസങ്ങൾ കേരളത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രം മുന്നോട്ട് പോയത്. ഇനി നാളെ മുതൽ ഈ ഒരു ചിത്രം 5th വീക്കിലേക്ക് കയറുകയാണ്. 5th വീക്കിൽ കാതൽ ദിഗോർ എന്ന ചിത്രത്തിൻ്റെ കൂടെ ഒട്ടനവധി സിനിമകളാണ് ക്രിസ്തുമസ് ആയിട്ട് റിലീസാവുന്നത്. മോഹൻലാലിൻ്റെ നേര്, അതോടൊപ്പം തന്നെ സലാർ, അതോടൊപ്പം തന്നെ ഡങ്കി എന്നീ വലിയ സിനിമകളാണ് തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകുന്നത്. ആ സിനിമകൾക്കിടയിലും കാതൽ ദിഗോർ എന്ന മമ്മൂക്ക ചിത്രം കുറച്ച് തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. 5th വീക്കും പൂർത്തിയാക്കിയതിന് ശേഷമാണ് കാതൽ ദിഗോർ കളി അവസാനിപ്പിക്കൂ. എന്നാൽ കാതലിനെ പോലെ ചരിത്രം തീർക്കാൻ ഇനിയൊരു മലയാള സിനിമയ്ക്ക്, ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് സാധിക്കുമോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർ എന്തുകൊണ്ടും 2 വട്ടം ചിന്തിക്കും. എന്നാൽ മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കാതൽ ദിഗോർ എന്ന ചിത്രം കാണാൻ തിയേറ്ററിൽ ആളെത്തുമോ എന്നുള്ള കാര്യത്തിൽ മമ്മൂക്ക യാതൊരുവിധ ടെൻഷനും അടിച്ചിരുന്നില്ല. ഒരു നല്ല സിനിമ ചെയ്യുക, നല്ല സിനിമയാണ് എന്നുള്ള അഭിപ്രായം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലാതെ തിയേറ്ററിൽ ആളെത്തുമോ എന്നുള്ള കാര്യത്തിൽ മമ്മൂക്ക യാതൊരുവിധ ടെൻഷനും അടിച്ചിരുന്നില്ല. എന്നാൽ സിനിമ തിയേറ്ററിൽ എത്തിയ സമയത്ത് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടമാവുന്ന ഒരു സിനിമയായി തീരാൻ കാതലിന് സാധിച്ചു. കളക്ഷനൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു കളക്ഷൻ തിയേറ്ററിൽ നിന്നും മാത്രമായിട്ട് കാതൽ ദിഗോർ നേടി. ഇനി ഒരു ഓഫ് ബീറ്റ് സിനിമ, പക്ക ഓഫ് ബീറ്റ് സിനിമ തിയേറ്ററിൽ എത്തി ഇതുപോലുള്ള കാതൽ നേടിയതിനേക്കാളും കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യത ഉണ്ട്. എന്നാലും അതിന് വേണ്ടിയിട്ട് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതും കണ്ടറിയേണ്ടത് തന്നെയാണ്. ചെറിയ സിനിമകൾ കൊണ്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ കാതൽ ദിഗോർ എന്ന ചിത്രം തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ചേരുവകളും ചേർത്തിരുന്നില്ല. ഒരു ഓഫ് ബീറ്റ് സിനിമ എങ്ങനെയായിരിക്കണം അതിൻ്റെ ക്യാമറ വർക്കുകൾ, എങ്ങനെയായിരിക്കണം അതിൻ്റെ BGM, അതൊക്കെ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത ഡയറക്ടർക്ക് നിർബന്ധമുണ്ടായിരുന്നു, ജിയോ ബേബിക്ക്. എന്നാൽ സിനിമ തിയേറ്ററിൽ എത്തിയ സമയത്ത് ഓഫ് ബീറ്റ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല എല്ലാത്തവരും പ്രേക്ഷകർക്കും ഇഷ്ടമാവാൻ കാതൽ ദിഗോർ എന്ന ചിത്രത്തിന് സാധിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്.